ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കാനാൻകാരിയുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലും നമുക്ക് പതിപ്പിച്ച് ഉറപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രം അയക്കപ്പെട്ട യേശു വിജാതീയരുടെ ഒരു മകളെ, പിശാച് ബാധിതയായ ആ മകളെ അവൻ സൗഖ്യപ്പെടുത്തി. ഇതിൻ്റെ പിന്നിൽ ആ മകളുടെ അമ്മ കാനാൻകാരിയുടെ വിശ്വാസം കാരണം കർത്താവിന് അവിടെ അത്ഭുതം ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്മുടെ വിശ്വാസമാണ് ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടത്താൻ അവിടുത്തെ ഇടയാക്കുന്നത്. നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴപ്പെടുന്നുവോ അത്രമാത്രം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇന്ന് നമുക്കനേകം ആവശ്യങ്ങളുടെ മധ്യയാണ് നാം ജീവിക്കുന്നത്. ചുറ്റിനും ആകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും ഇടയിൽ വസിക്കുന്ന നമുക്ക് നാം ഓരോരുത്തരും ദൈനംദിനം അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ്. എന്നാൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് ആഴത്തിൽ നമ്മുടെ ഹൃദയം പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ കർത്താവിനോട് നിലവിളിച്ച ഈ സ്ത്രീയെ കർത്താവ് സഹായിക്കാൻ താല്പര്യപ്പെടാത്ത അവസ്ഥയിൽ പോലും അവൾ വിശ്വസിച്ചു. അവൾ താഴ്മയോടെ കർത്താവിനത് ചെയ്യാൻ സാധിക്കും, ഞാൻ വിജാതീയ സ്ത്രീയാണ് എങ്കിൽ പോലും എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ഞാൻ ആഴപ്പെടുത്തുമ്പോൾ അവിടത്തേക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്താതിരിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു കാനാൻകാരി സ്ത്രീയുടെ ആഴത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് അവരുടെ മകളെ, പിശാച് ബാധിതയായ അവരുടെ മകളെ യേശു സൗഖ്യപ്പെടുത്തിയതിൻ്റെ കാരണം. ഇന്ന് ഈ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, രോഗങ്ങളെ, വൈദ്യചികിത്സ കൈവിട്ട രോഗങ്ങളെ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ നാം ആഴത്തിൽ വിശ്വസിക്കുക. തീർച്ചയായും നമ്മുടെ വിശ്വാസം കർത്താവിനെ കൊണ്ട് അത്ഭുതങ്ങൾ നടത്തിപ്പിച്ചിരിക്കും. ഈ ഉറപ്പിൽ നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കാനാൻകാരിയുടെ വിശ്വാസം എനിക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. യേശു മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്ത നന്മയുടെ സാഗരമായ ദൈവമേ, വിശ്വാസത്തിൻ്റെ മുൻപിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ,
വിശ്വാസികൾക്കായി എന്തും ചെയ്യുന്ന ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ അവിശ്വാസത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്ന് അനവധി പ്രതിസന്ധികളുടെ നടുവിലാണ്. അനവധി പ്രശ്നങ്ങളാൽ ഞങ്ങളുടെ ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്നു. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ കഴിയാതെ, ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാതെ അത്രയധികം പ്രശ്നങ്ങൾ ഞങ്ങളെ പിറകോട്ട് വലിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ, ദൈവമേ, ഈ കാനാൻകാരിയുടെ വിശ്വാസം ഞങ്ങൾക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രം അയക്കപ്പെട്ടിരുന്ന നീ ഈ കാനാൻകാരി സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം അവളുടെ വിശ്വാസത്തിൽ നീ ആകൃഷ്ടനായി. കർത്താവേ, ആ അമ്മയുടെ വിശ്വാസപൂർവമുള്ള പ്രാർത്ഥന, നിന്റെ ഹൃദയം അവളെ സുഖപ്പെടുത്താൻ തീരുമാനിച്ചു. കർത്താവേ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന ഭവിഷ്യത്തുകളെ, വേദനകളെ, അത്യധികം വേദനിക്കുന്ന രോഗങ്ങളെ, തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത മാർഗങ്ങൾ, വരുമാന മാർഗങ്ങളിലുള്ള മാന്ദ്യം, സുരക്ഷിതകരമായ ഒരു ജോലിയില്ലാത്ത അവസ്ഥ, വരുമാനം പാടെ നിലച്ച അവസ്ഥ, കടബാധ്യതകളാൽ മുങ്ങിത്താഴുന്ന ഈ മക്കൾ, ജീവിത പ്രതിസന്ധിയാൽ മുങ്ങിത്താഴുന്ന ഈ മക്കൾ, കുടുംബ പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ഈ സഹോദരങ്ങൾ, സഹോദരിമാർ, കർത്താവേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നീ കാണണമേ. കർത്താവേ, ഇവരുടെ മേൽ നീ അത്ഭുതം പ്രവർത്തിക്കുമാറ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസമെങ്കിലും നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കളുടെ അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് കർത്താവേ നീ അവളോട് പറഞ്ഞിട്ടും അവളുടെ വിശ്വാസം, അവളുടെ മകളുടെ സൗഖ്യം സ്വീകരിക്കുവാൻ തക്കവണ്ണം അത്രമാത്രം ആഴത്തിലായിരുന്നു. അതിനാൽ തന്നെ കർത്താവേ, അവൾ നിന്നോട് പറഞ്ഞു, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. കർത്താവേ, ആ മകൾ നിന്റെ യജമാനത്വത്തിൻ്റെ താഴെ നിൽക്കുന്നവളാണ്. അവൾ നായയാണെങ്കിലും, അവൾ ഒന്നിനും കൊള്ളാത്തവളാണെങ്കിലും നിന്റെ യജമാനത്വമാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ന് അവൾ പ്രഖ്യാപിച്ചപ്പോൾ, നിന്റെ കർത്തൃത്വത്തിൻ്റെ താഴെയാണ് അവൾ നിലനിൽക്കുന്നത് എന്ന് അവൾ പ്രസ്താവിച്ചപ്പോൾ, കർത്താവേ, ആ വിശ്വാസം ആ മകളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവങ്ങളായിരുന്നു. ദൈവമേ, ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത ആ അമ്മ, ആ മകളുടെ ഭാരങ്ങൾ, വേദന കാണുമ്പോൾ അസ്വസ്ഥതയും ദുഃഖവും കരച്ചിലും വിഷമങ്ങളും നിറഞ്ഞ ആ കുടുംബത്തിൻ്റെ രക്ഷ, ആ ഒരു അമ്മയുടെ ഒരൊറ്റ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശക്തി തരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ നീ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആഴത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ കർത്താവെ നീ ഇടപെടണമേ. നിനക്കെല്ലാം സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നീ കാരുണ്യവാനാണ്. ദൈവമേ, വിജാതീയ സ്ത്രീയാണ് എങ്കിൽ പോലും അവളുടെ വിശ്വാസം കണ്ട് നീ അവളുടെ കുടുംബത്തെ രക്ഷിച്ചു. ഇന്ന് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. ഈശോയെ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ ബലഹീനമായ വിശ്വാസത്തെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളെ, കുറവുകളെ നീ ക്ഷമിച്ച്
ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ നീ ക്ഷമിച്ച് കർത്താവേ, നിന്നിൽ നിന്നും കൃപ സ്വീകരിക്കാനുള്ള, നിന്നിൽ നിന്നും ശക്തി സ്വീകരിക്കുവാൻ, നിന്നിൽ നിന്നും അത്ഭുതം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. കർത്താവേ, രാവും പകലും 3 വർഷത്തോളം നിന്നോട് കൂടെ ആയിരുന്ന നിന്റെ ശിഷ്യന്മാർ പോലും നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ദൈവമേ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ എത്രമാത്രം നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ, ഇന്ന് നിന്റെ ശിഷ്യന്മാരോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ, അത്ഭുതം ചൊരിയണമേ. ദൈവമേ, നിന്റെ അത്ഭുതം കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ നോക്കുമ്പോൾ സ്ത്രീയെ, മകനെ, മകളെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഞങ്ങളോടും നീ കൽപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ അത്രമാത്രം നീ ആഴപ്പെടുത്തി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ സാധിച്ചു കിട്ടുന്നതിന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ യജമാനനും കർത്താവുമായ നിന്നെ അടുത്തറിയുവാൻ, നിന്നോടടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ, നിന്നെ കൂടുതൽ നിന്നിലേക്ക് ആഴപ്പെടാൻ, നിന്റെ സ്നേഹത്തിൽ വസിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ അസാധ്യ കാര്യങ്ങളെ നീ സാധിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ. ശത്രുദോഷങ്ങൾ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളും ശാപദോഷ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് സകല ആഭിചാര പ്രവർത്തനങ്ങളും, ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ, ഉപദ്രവങ്ങൾ വിട്ടുപോകട്ടെ. യേശുവേ, ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. നിന്റെ കാരുണ്യവും അനുഗ്രഹവും സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ അധികം ദുരിതാവസ്ഥയിൽ നിന്നും ഈ പ്രാർത്ഥനയിലൂടെ നിന്നിലുള്ള ആഴമേറിയ വിശ്വാസം ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നൽകി ഞങ്ങളുടെ ജീവിത അന്തസ്സിനെ നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇമെയിലിൽ കൂടിയും കമന്റ് സെഷനിലൂടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും ഇപ്പോൾ കർത്താവിൻ്റെ കാരുണ്യം വന്ന് ഭവിക്കട്ടെ. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തട്ടെ. ഇന്ന് വരെ നീ കാണാത്ത ഒരത്ഭുതം ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ പുതുവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവേ, യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭവനത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, കാനാൻകാരിയുടെ വിശ്വാസം ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ജീവിതമാകാൻ മാതാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ.
ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാൻ തക്കവണ്ണം നിന്റെ വിശ്വാസം അവിടുന്ന് വർദ്ധിപ്പിക്കട്ടെ. നീ വിശ്വസിക്കുക, നീ ആഗ്രഹത്തോടെ ചോദിക്കുന്നതെന്തും കർത്താവ് നിനക്ക് നൽകിയിരിക്കും. ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് നടത്തും. സകല നന്മകളും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിനക്ക് നൽകാൻ തക്കവണ്ണം ഓരോ ദിനവും പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആമേൻ.